عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين. بسم الله الرحمن الرحيم. لا إله إلا أنت سبحانك إني كنت من الظالمين. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമാണിത്. ഇന്നലെ നാം പറഞ്ഞു വെച്ചു, മത്സ്യവയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി, അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം, എന്നെ പരിഗണിക്കണം, എന്നെ നിന്നിലേക്ക് നീ ചേർത്ത് പിടിക്കണം എന്നാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതിന്റെ പൊരുൾ. ഞാൻ അക്രമികളിൽ പെട്ടുപോയി. എങ്ങനെയാണ് പ്രവാചകനായ ഒരാൾ അക്രമം ചെയ്യുക? എന്താണ് അക്രമം? യൂനുസ് നബി ചെയ്ത അക്രമം എന്താണ്? യൂനുസ് നബി ചെയ്ത തെറ്റെന്താണ്? സൂറത്തു സ്വാഫാത്തിൽ 139 മുതൽ 149 വരെ 10 വചനങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. നിശ്ചയം യൂനുസ് നബിയും പ്രവാചകന്മാരിൽ പെട്ട ഒരാളാണ്. അതായത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഇസ്രായേലി പ്രവാചകനായിരുന്നു. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ വന്ന ഒരു പ്രവാചകൻ. ബൈബിളില് യൂനുസിനെ കുറിച്ച് പറയുന്ന അലൈഹിസ്സലാത്തു വസ്സലാം പേര് യോന എന്നാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതകാലം BC 860 മുമ്പാണ് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അസീരിയ നിവാസികളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത്. അസീരിയ ഇന്നത്തെ ഇറാഖിലാണ്. അസീരിയക്കാരായ യൂനുസിന്റെ ജനത ഖൗമ് യൂനുസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നീനവ എന്ന പ്രസിദ്ധ പട്ടണമായിരുന്നു അസീരിയക്കാരുടെ അന്നത്തെ കേന്ദ്രം. അതായത് ഇറാഖിലെ ഇന്നത്തെ മൗസിൽ എന്ന സ്ഥലം, അൽ മൗസിൽ പട്ടണത്തിന്റെ നേരെ എതിർവശത്ത് അതിന്റെ ധാരാളം അവശിഷ്ടങ്ങൾ, ശേഷിപ്പുകൾ ഇന്നും കാണാവുന്നതാണ്. ഇറാഖിലെ ഇന്നത്തെ 2ാമത്തെ ഏറ്റവും വലിയ നഗരമാണ് അൽ മൗസിൽ. സദ്ദാം ഹുസൈനുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം അവിടെ നടത്തിയ നരനായാട്ടിൽ അൽ മൗസിൽ എന്ന പ്രദേശം പ്രത്യേകിച്ച് വാർത്തകളിലേക്ക് ഇടം പിടിച്ചതാണ്. ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ടൈഗ്രീസ് നദിയുടെ കരയിലാണ് മൗസിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ ചരിത്രമുള്ള നഗരമാണ് അൽ മൗസിൽ. അവിടെയാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത്. ഇത് ഒരു കെട്ടുകഥയൊന്നല്ല, റിയൽ സംഭവങ്ങളാണ്. അതിന്റെ ശേഷിപ്പുകൾ ഇന്നുമുണ്ട്. അടുത്തായത്ത് അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി മൗസിലിലേക്ക് നിയോഗിച്ചു, അസീരിയക്കാരിലേക്ക് നിയോഗിച്ചു. ഇത് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ. അങ്ങനെ അദ്ദേഹം ഭാരം നിറച്ച കപ്പലിലേക്ക് ഓടിക്കയറി. അതാണ് സംഭവം. ഇതാണ് അദ്ദേഹം ചെയ്ത ദുൽമ്, അദ്ദേഹം ചെയ്ത അക്രമം. അതായത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ പൂർണ്ണമായും അനുസരിക്കാത്തതിൽ മനം നൊന്ത് അദ്ദേഹം നാടുവിടുകയായിരുന്നു ചെയ്തത്. തഫ്സീറിന്റെ ഇമാമുമാർ പറയുന്നു, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ഇലാ നീനവ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നീനവയിലേക്കാണ് അയച്ചത്. മിൻ അർളിൽ മൗസിൽ, മൗസിൽ പ്രദേശത്ത്. ഫദഅഹും ഇലല്ലാഹി അസ്സ വജല്ല. അദ്ദേഹം ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ഫകദ്ദബൂഹു വതമറദൂ അലാ കുഫ്രിഹിം വഇനാദിഹിം. അവർ അദ്ദേഹത്തെ നിഷേധിച്ചു,
അവർ അദ്ദേഹത്തോട് മത്സരിച്ചു, അവർ അദ്ദേഹത്തോട് പരിഹാസം കാണിച്ചു. ശിർക്കിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകാൻ അവര് ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വളരെ വലിയ ശിക്ഷ നിങ്ങളിലേക്ക് വരുമെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവർക്ക് മുന്നറിയിപ്പ് നൽകി. പക്ഷേ അവരാ താക്കീതുകളൊന്നും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർ അന്ധവിശ്വാസത്തിൽ തന്നെ, ഷിർക്കിൽ തന്നെ മൂടുറച്ചു പോവുകയാണ് ചെയ്തത്. അവരിൽ ഉദ്ദേശിച്ച ഫലം കാണാത്തത് കൊണ്ട് മനം നൊന്ത്, പ്രയാസപ്പെട്ട്, ദുഃഖം സഹിക്കാൻ വയ്യാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഖറജ മിൻ ബൈനി അദ്ഹുരിഹിം, അവരിൽ നിന്ന് പുറത്തുപോയി. അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടി. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം ചെയ്ത ദുൽമ് എന്ന് പറയുന്നത്. ആ ദുൽമിനെ ആസ്പദിച്ചിട്ടാണ് അദ്ദേഹം ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമിയിൽ പെട്ടുപോയി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.